വഞ്ചകൻ എന്ന ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ്. സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന VS അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ്. ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും. തീർത്തും വഞ്ചകനായ മുഖ്യമന്ത്രിക്ക് എന്നെ എങ്ങനെ വഞ്ചകൻ എന്ന് വിളിക്കാൻ പറ്റും? അദ്ദേഹം നടത്തിയ ചില വഞ്ചനകൾ, അടുത്ത കാലത്ത് നടത്തിയ ചില വഞ്ചനകൾ കേരളത്തിലെയും പ്രിയപ്പെട്ട ജനങ്ങളുടെയും പ്രിയപ്പെട്ട സഖാക്കളുടെയും മുന്നിൽ അവരുടെ മനസാക്ഷിക്ക് വിട്ടുകൊടുക്കാനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം എനിക്ക് വിളിക്കേണ്ടി വന്നത്. അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ, എൻ്റെ ഫോണെടുത്ത് റൂമിലുണ്ട്, അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത്, ഒരുപാട് വഞ്ചനകൾ, അതിൽ കേരളത്തിലെ ജനം ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ചർച്ചാ വിഷയവുമായിട്ടുള്ള വഞ്ചന, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. ഹിന്ദു പത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂ ആണ്. ഏകദേശം ഞാൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് ഇത് കേരളത്തിൽ കത്തിക്കാളി നിൽക്കുകയും അജിത് കുമാറും മുഖ്യമന്ത്രിയും RSSുമായി ബന്ധമുണ്ടെന്ന് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് അദ്ദേഹം കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഹിന്ദു പത്രത്തിന് നൽകുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും 150 കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ 150 കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു, ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ, ഈ ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. ആ വിഷയം ഏറ്റെടുക്കുന്നത്, ഹിന്ദു പത്രത്തിന് അദ്ദേഹം കൊടുത്ത ആ ഇൻ്റർവ്യൂ ഏറ്റെടുക്കുന്നത് PV അൻവറാണ്. ഇന്നലെ UDFൻ്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട KC ആ വിഷയം ഉന്നയിക്കുന്നത് ഞാൻ കണ്ടു. ഹിന്ദു പത്രം ആ ഇറങ്ങിയ ദിവസം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ അന്ന് രാവിലെയാണ് ഈ പത്രം ഇറങ്ങുന്നത്. ആരും കാണാതെ ഒളിച്ച് കടത്താൻ ശ്രമിച്ച കേരളത്തിലിറങ്ങിയ ഹിന്ദു പത്രങ്ങൾ മുഴുവൻ CPMൻ്റെ പ്രവർത്തകർ നേരം പുലരുന്നതിന് മുമ്പ് പർച്ചേസ് ചെയ്ത ദിവസമായിരുന്നത്. ഒരാളും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല. അന്ന് ആ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ജില്ലയാകെ, ഒരു സമൂഹത്തെയാകെ ഇതാ മുഖ്യമന്ത്രി വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം? അദ്ദേഹത്തിന് എന്താ കേരളത്തിലെ മലയാള പത്രക്കാരോട് ഇത് പറയാതെ പോയത്? ഡൽഹിയിൽ പോയി ഹിന്ദുവിന് പറയുമ്പം ഇന്ത്യ ഒട്ടാകെ ആ വാർത്ത വരും. അപ്പം മലപ്പുറം ജില്ല എന്തുകൊണ്ട് ഇങ്ങനെ? എന്താ കാരണം? അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ്. ആ സമുദായമാണ് ഈ കള്ളക്കടത്തിൻ്റെ എല്ലാം പിന്നിൽ. അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ. BJPക്ക് ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുക എന്ന കരാറിൻ്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത്. കേരളം ആകെ അവർ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു. ഹിന്ദു പത്രം ഒരു ബസ് സ്റ്റാൻഡിലും ഒരു സ്ഥലത്തും ഒന്നാകെ വാങ്ങിക്കളയണം. അങ്ങനെ വാർത്ത മുക്കിക്കളഞ്ഞിരുന്നു. നിങ്ങളാരും അതറിഞ്ഞില്ല. പക്ഷേ അന്ന് വൈകുന്നേരം നടത്തിയ പൊതുസമ്മേളനത്തിൽ, കോഴിക്കോട് വെച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. ഇതിൽ പറയുന്ന കണക്കുകൾ, മലപ്പുറം ജില്ലയിൽ നിന്ന് 150ഓളം സ്വർണ്ണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ.
പക്ഷെ ഈ പോക്കുണ്ടല്ലോ, വളരെ അപകടകരമായ പോക്ക. അപ്പോൾ എന്തായാലും UDF നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത്.